5 ദിവസങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരം വെള്ളറടയിൽ നിന്ന് വന്ന വാർത്ത. മകൻ അച്ഛനെ വെട്ടിക്കൊന്നു. സ്വൈര ജീവിതം തകർത്തതിന് പ്രതികാരം വീട്ടിയ മകൻ. പക്ഷേ പോലീസ് എത്തി മകന്റെ മുറി തുറന്നപ്പോൾ കണ്ടതൊക്കെയും പേടിപ്പെടുത്തുന്നത് മാത്രം. ഫെബ്രുവരി 5-ാം തീയതി രാത്രി 10 മണിക്കാണ് നാടിനെ നടുക്കിയ കൊലപാതക വാർത്ത വെള്ളറടയിൽ നിന്ന് വരുന്നത്. 70 വയസ്സുകാരനായ അച്ഛനെ 28 വയസ്സുള്ള മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്ന മകൻ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ വാർത്ത. കൊലപാതകത്തിന് ശേഷം പ്രജിൻ ജോസ് തന്നെ വെള്ളറട പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി കീഴടങ്ങി. സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കാത്തതുകൊണ്ട് തന്റെ പിതാവിനെ കൊന്നു എന്ന മൊഴി നൽകി. മരണത്തിന് ശേഷം ഇന്ന് കൃത്യം 5 ദിവസം പിന്നിടുകയാണ്. ജോസിന്റെ മരണപ്രാർത്ഥനയും കഴിഞ്ഞു. പക്ഷേ പ്രജിൻ ജോസിന്റെ മുറിയിലെത്തിയ ഞങ്ങൾ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചകളാണ്. സർവത്ര ദുരൂഹതയാണ്. വെള്ളറടയിലെ പ്രജിന്റെ അമ്മ നിസ്സഹായയാണ്. 6 വർഷമായി ആ അച്ഛനും അമ്മയും ഒന്ന് സമാധാനമായി ഉറങ്ങിയിട്ട് ഒരു മകനെ പേടിച്ച് ജീവിക്കേണ്ടി വരുന്ന സ്ഥിതി. ഒടുവിൽ അച്ഛനെ അവൻ കൊലക്കത്തിക്കിരയാക്കി. ഞാൻ എൻ്റെ ഹസ്ബൻഡുമായിട്ടിരുന്ന സമയത്ത് 2 കൈയും മുറുക്കി എൻ്റെ ഹസ്ബൻഡിനെ ഇടിക്കാനായിട്ട് ഇങ്ങനെ വന്നത് ഞാൻ ഇടയിൽ ഇങ്ങനെ വീണ്. ഇവൻ നിന്നത് കണ്ട ആരും പേടിച്ചു പോകും. ആ രീതിയിൽ മൃഗീയമായിട്ടുള്ള എന്നിട്ട് ചെവരിൽ ആ 2 കൈയൊക്കെ ഇടിച്ച് അങ്ങ് മാറി. കുറെ ഇടി തലയിലൊക്കെ കൊടുത്തിട്ട് ശക്തിയായിട്ട് അവിടെ ഇടിച്ചങ്ങ് മാറി. മോനെ 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 എന്ന് വിളിച്ച് തൊഴുത് അവന്റെ കാലിൽ പിടിക്കുന്ന പോലെ അങ്ങഴിച്ച് മാറി നിൽക്കും. ഇവനും ഈ വെട്ടിയന്റെ അന്നം ഇവൻ അതുപോലെ ഇങ്ങനെ വെട്ടു എന്നുള്ള ഒരു പ്രതീക്ഷ അവർക്കില്ല. ഒരിക്കലും ഇങ്ങനെ ചെയ്യുമെന്നുള്ള ഒരിത് ഇല്ല. ഈ തേച്ച് നടക്കണമെങ്കിൽ ഇവൻ ചെയ്യുമെന്ന് വിചാരിച്ചില്ല. ഇപ്പോഴും നമ്മൾ കിടക്കുമ്പോഴും എന്താണ് ഇവൻ ചെയ്യാൻ പോണെന്നൊന്നും നമുക്കൊരു പിടിയില്ലാതെയാണ് നമ്മൾ കിടക്കുന്നത്. എന്തരായാലും മരിക്കണമെങ്കിൽ രണ്ടുപേരെ അങ്ങ് ചെയ്തെങ്കിലും ഒന്നുമില്ലായിരുന്നു. ഉപദ്രവിക്കുന്നത് അവരെന്ത് കാര്യം പറഞ്ഞാലും ഓപ്പോസിറ്റായിട്ട് പറഞ്ഞ് അവരെ ഉപദ്രവിക്കും. എന്ത് പറഞ്ഞാലും ഇവന് ഓപ്പോസിറ്റായിട്ട് തോന്നും. ഇവനെ സ്നേഹിച്ച് നല്ലതായിട്ട് മോനെ അങ്ങനെയല്ല ഉപദേശിക്കാൻ പാടില്ല. ഒരു കാര്യം ഉപദേശിക്കാൻ പാടില്ല. ഇവിടെ ഇങ്ങനെയൊക്കെ കാണിക്കും, കൈമുറുക്കിയൊക്കെ. സിനിമയിൽ ഒരു ആക്ടർ ആവണമെന്ന് പറഞ്ഞ് വേറെ ഇനി ഒന്നും നോക്കണില്ല, അതിൽ ഞാൻ അങ്ങോട്ടാവണമെന്ന് പറഞ്ഞ്. അപ്പോഴും ഞങ്ങൾ പറഞ്ഞ് ദൈവഭാഗത്ത് നിൽക്കണ നമുക്ക് അതിലോട്ടൊന്നും വെക്കൂടാ, അതിലൊന്നും നീ പോവരുത്, അത് പാവമാണ്. റൂമിനകത്ത് നമുക്ക് ആർക്കും തൊടാൻ പോലും അധികാരമില്ല. തൊട്ടാൽ നമ്മളെ ഉപദ്രവിക്കുക. നമ്മൾ പറയും മോനെ പൈസ ഇല്ല, അപ്പോൾ നമ്മളെ കഥവടച്ച് വെളിയിലാക്കിയിട്ട് ഇവ മൊത്തവും പരിശോധനയായിരിക്കും. എല്ലാം വലിച്ച് താഴെ ഇറക്കി പിന്നെ അതെങ്കിലും കിട്ടുമെങ്കിൽ അവൻ അങ്ങ് എടുക്കും. അവനെ എനിക്ക് പേടി തന്നെ, എപ്പോഴും പേടിയുണ്ട്. ഒരു മകനെ ഇപ്പോഴും പേടിയുണ്ടെന്ന അമ്മ പറയുകയാണ്. ബന്ധുക്കളും നാട്ടുകാരും അടക്കം പല സംശയങ്ങളും നിരത്തുന്നുണ്ട്. പക്ഷേ ആ വീടിനുള്ളിലെ സാഹചര്യം, അവന്റെ മുറി, ഇതൊക്കെ ഇപ്പോഴാണ് അവർ പോലും കാണുന്നത്. മകന്റെ മുറിയിൽ കയറാൻ അവകാശമില്ലാതെ പോയ മാതാപിതാക്കൾ കാലങ്ങളായി സ്വന്തം മുടി മുറിച്ച് വാഷ്റൂമിൽ സൂക്ഷിച്ചു. ബ്ലാക്ക് മാജിക് എന്ന് സംശയിക്കാവുന്ന അടയാളങ്ങളെല്ലാം അവിടെയുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരു പയ്യനായിരുന്നു. ഇത് മറ്റൊരു കുടുംബത്തിന് സംഭവിക്കാൻ പാടില്ല എന്ന് ഞങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ സംഭവം അവന് അവൻ്റെ പപ്പയും അമ്മയും ഉപദ്രവിക്കുന്ന കാര്യം നേരത്തെ ഇത് പുറത്തറിഞ്ഞിരുന്നിരുന്നുവെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ ഞങ്ങൾക്ക് കുടുംബാംഗങ്ങളായി ഞങ്ങൾക്കത് മാറ്റിയെടുക്കാൻ കഴിയുമായിരുന്നു എന്നാണ് ഞങ്ങളിപ്പോൾ കാണുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇത് ഞങ്ങൾക്കിപ്പോൾ ബലമായ സംശയങ്ങൾ പലതുമുണ്ട്. ഈ കൃത്യം അവൻ ചെയ്തത് അന്ന് അപ്പനുമായി ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത്. ഭക്ഷണം കഴിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്.
ഞങ്ങൾക്ക് ഇപ്പോൾ കൂടുതൽ സംശയമുണ്ടാകാൻ കാരണം ഇവൻ്റെ വിദ്യാഭ്യാസം, ഇവൻ പോലീസ് സ്റ്റേഷനിൽ ആദ്യം കൊടുത്തിരിക്കുന്ന മൊഴി വീട്ടിൽ സ്വാതന്ത്ര്യമില്ല, അടച്ചിട്ട് വളർത്തുന്നു എന്നുള്ള ആ ഒരു അഭിപ്രായമാണ് പോലീസിന് ആദ്യമായി അവൻ കൊടുത്തിരിക്കുന്ന മൊഴി. എന്നാൽ അത് തെറ്റാണ്. ഞങ്ങൾക്കറിയാം അവനെ സംബന്ധിച്ച് ഈ വീട്ടുകാർ വളരെയേറെ നന്നായിട്ട് അവനെ നല്ല വളർന്ന് ചെറുതിൽ, കാരണം ഇവൻ്റെ ഒരു ജ്യേഷ്ഠൻ 9ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു. അതിനുശേഷം 2 വർഷം കഴിഞ്ഞാണ് ഒരു മകളും ഉണ്ടായിരുന്നു. ഈ മകൻ മരിച്ച് 2 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇവനെ പ്രസവിക്കുന്നത്. അതുമുതൽ ഇവനെ വളരെ വാത്സല്യത്തോടു കൂടിയാണ് കുടുംബാംഗങ്ങളെല്ലാം, അവൻ്റെ അപ്പനും അമ്മയ്ക്കും ഒപ്പം തന്നെ കുടുംബാംഗങ്ങളെല്ലാം നല്ല വാത്സല്യത്തോടാണ് അവനെ വളർത്തിയത്. നല്ല വിദ്യാഭ്യാസം കൊടുത്തു. അവനെ പഠിക്കാനും ചൈനയിൽ അയച്ചു. 4 വർഷവും അവൻ കോഴ്സ് പൂർത്തീകരിച്ചാണ് വന്നത്. അവിടെ കോവിഡൊക്കെ വന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് കോഴ്സ് പൂർത്തീകരിച്ചു. പക്ഷേ അവനുണ്ടായ ഒരു ബുദ്ധിമുട്ട്, ഈ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് അവന് കിട്ടിയില്ല എന്നുള്ള ഒരു പ്രയാസം അവന് ഉണ്ടായിരുന്നു. ഈ സംഭവം ഒരു പെട്ടെന്നുണ്ടായി മാനസികമായ ഒരു വിഭ്രാന്തി കൊണ്ടുണ്ടായതാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. കാരണം ഇപ്പോൾ അവൻ്റെ മുറിക്കകത്ത് ഈ അപ്പനും അമ്മയ്ക്കും കയറാനുള്ള സ്വാതന്ത്ര്യം ഇവർ നിഷേധിച്ചിരുന്നു. ഇവരതിനകത്ത് കയറാൻ അനുവദിച്ചിട്ടില്ല. അപ്പം അത് പുറം ലോകം അറിയുന്നത്, ഞങ്ങൾ ബന്ധുക്കളായി ഞങ്ങൾ അറിയുന്നത് ഇപ്പോഴാണ്. അമ്മ സംസാരിച്ചപ്പോഴാണ്, ആ മുറിക്കകത്ത് ഞങ്ങൾക്ക് പോലീസ് വന്ന് പരിശോധന നടത്തിയപ്പോഴാണ് ഞങ്ങളും അതിനകത്ത് കയറുന്നത്. അതിനകത്ത് കയറുമ്പോൾ നമ്മൾ തന്നെ അന്തം വിട്ടു. ഒരു മെഡിക്കൽ വിദ്യാഭ്യാസം കഴിഞ്ഞ ഒരു കുട്ടി കൈകാര്യം ചെയ്യുന്ന റൂമല്ല അത്. പുറം ലോകം പറയുന്നത് പോലെയല്ല. അവന് പൈസ കൊടുക്കാറില്ല, ഭീഷണിപ്പെടുത്തി വാങ്ങും, ഭീഷണിപ്പെടുത്തി. ഇപ്പോൾ ഈ അവസാനം അവൻ സിനിമ പിടിക്കാൻ 1.5 കോടി രൂപ ചോദിച്ചു. അപ്പോൾ അവൻ്റെ പപ്പ പറഞ്ഞു വസ്തു വിറ്റല്ല, പൈസ ആയിട്ടില്ല, വസ്തു വിൽക്കാൻ പറഞ്ഞു. അപ്പോൾ വസ്തു വിറ്റോളാൻ പറഞ്ഞു. മർദ്ദനം ഈ അമ്മയെയും ഈ പിതാവിനെയും. പിതാവിൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പുമായിരുന്നു. അപ്പോഴെല്ലാം കൈകൂപ്പി തല കുനിച്ച് ആ പിതാവ് ഇരുന്നു കൊടുക്കും. ഒരക്ഷരം ആ മകനെതിരെ പറഞ്ഞിട്ടില്ല. നമുക്കിപ്പോൾ ഭയം എന്ന് പറയുന്നത് ഇവ ഇറങ്ങി വന്നാൽ അടുത്തെന്ത് സംഭവിക്കും. നമ്മൾ റൂമിൽ കാണുമ്പോഴത്തേക്കും ആ ബ്ലാക്ക് മാജിക്കിൻ്റെ ഒരു സിമ്പിൾസ്, ബ്ലാക്കിൻ്റെ സിമ്പിൾ, അതിന് സിമിലറായിട്ട് അവൻ വരച്ചിരിക്കുന്ന കുറച്ച് പിക്ചേഴ്സ്, പിന്നെ അതിൽ തന്നെയുണ്ട് ഒരു ഹെഡ് കട്ട് ചെയ്തിട്ട് ചോര വാർന്നു പോകുന്ന രീതിയിൽ ഒരു ഹെഡ് അവൻ തൂക്കി പിടിച്ച് നിൽക്കുന്നതായിട്ടുണ്ട്. പിന്നെ അതിൽ തന്നെ കുറച്ച് ലെറ്റേഴ്സ് അവ എഴുതിയിട്ടുണ്ട്. എന്തോ ഞാൻ കുറച്ച് പേരെ കൊല്ലുന്ന വന്നു, അടുത്തിന് കുറച്ച് പേരെ കൊല്ലാനുണ്ടെന്ന്, അങ്ങനെ എന്തോ കുറച്ച് സംഭവം വേർഡിങ്സ് എന്തോ അതിൻ്റെ അകത്തുണ്ട്. അന്ന് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. പിന്നെ അത് പോയിട്ട് ബ്ലാക്ക് മാജിക്കിൻ്റെ ഒരു സ്റ്റിക്ക് സംഭവം, ഒരു ഐക്കണായിട്ടുള്ള ഒരു അതുണ്ട്, അതിൻ്റെ ഒരു ഇമേജ്. പിന്നെ നമ്മുടെ റിങ്, പിന്നെ അമ്മ പറഞ്ഞ് കേട്ടതുപോലെയുള്ള സൗണ്ട്, ചിലവർ യൂസ് ചെയ്യുന്ന പാട്ടുകൾ, പിന്നെ അതുപോലെ ബ്ലാക്ക് ഡ്രസ്സോ റെഡ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവിടെ നിന്ന് കളിക്കാറുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ ആർക്കും പ്രവേശിക്കാൻ പറ്റില്ല, അത്രത്തോളം സ്ട്രിക്റ്റായിട്ട് അവിടെ നിൽക്കാറുണ്ട്. മുടി, അതായത് എപ്പോഴും ആ ഫ്രഷ് റൂമിൻ്റെ അകത്ത് മുടി കട്ട് ചെയ്ത് അവന് കുമ്പാരം പോലെ കൂട്ടിയിട്ടുണ്ട്. എന്തായിരുന്നാലും ഒരു ദിവസം നമ്മളിപ്പോൾ ഫുള്ള് ഡ്രിം ചെയ്തിരുന്നാൽ പോലും അത്രത്തോളം മുടി വരത്തില്ല. അത്രത്തോളം കുമ്പാരം, ഒരു വർഷക്കണക്കായ മുടി അത്രയും കുമ്പാരം കൂട്ടിയിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇവരെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കാറുണ്ട്. അപ്പായെ ഒന്ന് തൂക്കി മുകളിൽ നിർത്തിയിട്ടുണ്ട്, അമ്മയെ ഉപദ്രവിച്ചിട്ടുണ്ട്, അമ്മയുടെ മുടി കുത്തിന് പിടിച്ച് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. വിവരങ്ങളുമായി ജിബിൻ ജെബിയുണ്ട്. ജിബിൻ, അക്ഷരാർത്ഥത്തിൽ നടുക്കുന്ന വിശദാംശങ്ങൾ, നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറം ലോകം അറിയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ബുധനാഴ്ച ക്രൈം ഫയൽ തന്നെയാണ് ഈ വാർത്ത നമ്മൾ ആദ്യമായി പുറത്തേക്ക് എത്തിക്കുന്നത്. ആ സമയത്ത് ഒരു മകൻ അച്ഛനെ വെട്ടിക്കൊന്നു എന്നുള്ള വാർത്തയായി അത് പോകുന്നു. സ്വൈര്യ ജീവിതം തകർക്കുന്നു എന്നുള്ള കാരണത്തിന് പ്രതികാരം ചെയ്തെന്നാണ് അന്ന് ആ മകൻ പോലീസിനോട് വിവരിച്ച, അല്ലെങ്കിൽ പോലീസിനോട് പറഞ്ഞ മൊഴി. പക്ഷേ ഇന്ന് ആ മരണം കഴിഞ്ഞ് 5 ദിവസമായി. ഈ സമയത്തേക്ക് പുറത്തു വരുന്നത് പേടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ആ വീട്ടിൽ ചെന്നപ്പോൾ ജിബിൻ കണ്ട കാഴ്ചകൾ വിവരിക്കും. അനശ്വര, 6 വർഷക്കാലം ഒരു മകനെ പേടിച്ച് ഒരു അമ്മയും അച്ഛനും വീട്ടിനുള്ളിൽ ഒതുങ്ങി താമസിക്കുന്നു. ഒരാളെ ഈ 28 വെട്ട് കൊണ്ട് മരിച്ച അച്ഛൻ ആ ഒരു മരണവേദനയേക്കാൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും ഈ ഒരു 6 വർഷം ആ വീട്ടിൻ്റെ അകത്ത് എന്നുള്ള കാര്യം നമുക്ക് തീർച്ചയായും പറയാൻ സാധിക്കും. കാരണം അത്രയധികം വേദനകളാണ് ഈ ഒരു പിതാവും മാതാവും ആ ഒരു വീട്ടിൽ അനുഭവിച്ചിട്ടുള്ളത്. സ്വന്തം അച്ഛനെയും അമ്മയും മുടിയിൽ തൂക്കുക, അല്ലെങ്കിൽ കഴുത്തിൽ തൂക്കി നിർത്തുക, അല്ലെങ്കിൽ അവരുടെ മുഖത്തേക്ക് തുപ്പുക, ഇങ്ങനെയുള്ള നീച പ്രവൃത്തികളാണ് ഈ പ്രജിൻ ജോസ് എന്ന് പറയുന്ന 28 വയസ്സുകാരനായ മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്ന ഒരു യുവാവിൻ്റെ ഭാഗത്ത് നിന്ന് മാതാപിതാക്കൾക്ക് നേരെ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ അനശ്വര പറഞ്ഞ ഒരു കാര്യമുണ്ട്. കാരണം നമുക്ക് ഈ പ്രജിൻ ജോസിന്റെ മുറിയിലേക്ക് കയറി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്ന ദൃശ്യങ്ങൾ എന്ന് പറയുന്നത്
വളരെയധികം പേടിപ്പെടുത്തുന്നതാണ്. നമ്മൾ പല സിനിമകളിൽ അല്ലെങ്കിൽ ഈ ബ്ലാക്ക് മാജിക്കിൻ്റെയും അത്തരത്തിലുള്ള സിനിമകളിലൊക്കെ കണ്ട് മാത്രം പരിചയമുള്ള കാര്യങ്ങളാണ് ഈ പ്രജിൻ ജോസിൻ്റെ മുറിയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം പ്രജിൻ ജോസ് പല പേപ്പറുകളിലായി എഴുതി വെച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം ഐ ആം എ സൈക്കോ എന്ന് എഴുതിയിട്ട മറ്റൊരു പേപ്പറിൽ അദ്ദേഹം ഒരാളെ കൊന്നതിന് ശേഷം ആ തലയോട്ടിയും ഒരു തലയും ഒക്കെ ചങ്ങലിൽ തൂക്കി കഴുത്തിലിട്ടുകൊണ്ട് നടക്കുന്ന ഒരു യുവാവിൻ്റെ ചിത്രമാണ് ഏറ്റവും ഒടുവിലായി പ്രജിൻ ജോസ് വരച്ച് മേശപ്പുറത്ത് വെച്ചിട്ടുള്ളത്. അതിൽ മറ്റൊരു കാര്യം കൂടി എഴുതിയിട്ടുണ്ടായിരുന്നു പ്രജിൻ ജോസ് ഇംഗ്ലീഷിൽ. അതായത് 5 പേരെ കൊല്ലുന്നത്, ഒരാൾ 5 പേരെ കൊല്ലുന്നു, അതിൽ ആദ്യത്തെ ആളെ കൊല്ലുന്നത് ഞാൻ നേരിട്ട് കണ്ടു, ഇനി ആ 4 പേര് കൂടി ലക്ഷ്യമുണ്ട്, ആ 4 പേര് ഓടിപ്പോകുന്നതൊക്കെ തന്നെ പേടിച്ചോടുന്നതൊക്കെയാണ് മനസ്സിൽ കാണുന്നു എന്നുള്ള എന്താണ് പറയുന്നത്, നമുക്ക് മനുഷ്യ മനസാക്ഷി ഞെട്ടിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് പ്രജിൻ ജോസ് ആ പേപ്പറുകളിൽ എഴുതി വെച്ചിട്ടുള്ളതും വരച്ച് വെച്ചിട്ടുള്ളതും. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ പ്രജിൻ തന്നെ സ്വന്തമായി തയ്യാറാക്കിയ കുറച്ച് വസ്തുക്കൾ ആ മുറിയിലുണ്ടായിരുന്നു. സാത്താൻ സേവയ്ക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ തന്നെ ഉപയോഗിക്കുന്ന അത്തരത്തിലുള്ള മാതൃകയിലുള്ള കത്തികളൊക്കെയാണ് പ്രജിൻ ജോസ് സ്വന്തമായി വെൽഡ് ചെയ്തൊക്കെ തന്നെ ആ മുറിയിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ഈ ആദ്യ കാലഘട്ടത്തിൽ വേട്ടക്കാരൊക്കെ തന്നെ ഉപയോഗിച്ചിരുന്ന, പ്രാചീന മനുഷ്യർ വേട്ടയ്ക്കായി ഉപയോഗിച്ചിരുന്ന കുറച്ച് ബാറ്റിൽ റാറ്റ് എന്ന് പറയുന്ന അത്തരത്തിലുള്ള എക്യുപ്മെന്റ്സ് ഉണ്ട്. അതൊക്കെ തന്നെ ഈ പ്രജിൻ ജോസ് എന്ന് പറയുന്ന 28-കാരൻ മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്ന ഒരു കുട്ടിയെന്ന് കൂടി ഓർമ്മിക്കണം, ആ ഒരു കുട്ടി മുറിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ അമ്മ പറയുന്നത് പോലെ തന്നെ ഇത്തരത്തിലുള്ള ഈ ഒരു സാത്താൻ സേവയുമായി ബന്ധപ്പെട്ടുള്ള മ്യൂസിക്കൊക്കെ പ്രജിൻ രാജ് രാത്രിയിൽ കേൾക്കുന്നു, കറുത്ത വസ്ത്രങ്ങൾ അണിയുന്നു അല്ലെങ്കിൽ ചുവപ്പ് വസ്ത്രങ്ങൾ, ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ മാറി മാറി അണിഞ്ഞ് വീട്ടിനുള്ളിൽ ഒരു പരിഭ്രാന്തി സൃഷ്ടിക്കുന്നു. അച്ഛനും അമ്മയ്ക്ക് ആ വീട്ടിൻ്റെ 2ാമത്തെ നിലയിലേക്ക് പ്രവേശനമില്ല. ഓർക്കണം, കഴിഞ്ഞ ഇത്രയും വർഷക്കാലമായി അച്ഛനും അമ്മയ്ക്ക് ഈ ഒരു 6 വർഷക്കാലം മകൻ്റെ മുറിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു അവസ്ഥ കൂടി ആലോചിക്കണം. ഒരു വീട്ടിൽ താമസിച്ചിരുന്നുകൊണ്ട് ആ മുറിയിലേക്ക് കയറിക്കഴിഞ്ഞാൽ മറ്റൊരു കാര്യമുണ്ട്, കുറച്ച് ഭസ്മങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്, മഞ്ഞപ്പൊടികൾ ഉണ്ട്. അത്തരത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു വലിയൊരു വീടാണ്. പക്ഷേ ആ വീട്ടിനുള്ളിൽ കയറി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് പ്രജിൻ ജോസ് എന്ന് പറയുന്ന യുവാവിൻ്റെ മുറിയിലേക്ക് കയറി കഴിഞ്ഞാൽ പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ മാത്രമേ ആ ഒരു മുറിയിലുള്ളൂ എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ആ ഒരു ചിത്രത്തിൽ വരച്ചു വെച്ചിരുന്ന കാര്യമുണ്ട്. ഒരാളെ തല വെട്ടിമാറ്റിയതിനു ശേഷം അത് ചെയിനിൽ അണിഞ്ഞ് കഴുത്തിൽ കൂടി ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരു യുവാവിൻ്റെ ചിത്രമാണ് അതിൽ വരച്ചു വെച്ചിട്ടുള്ളത്. സമാന രീതിയിലാണ് പ്രജിൻ ജോസ് ഈ 70 വയസ്സുകാരനായ ജോസ് എന്ന അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചത് എന്നുള്ളൊരു കാര്യം അമ്മയുടെ ആ ഒരു പ്രതികരണത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. കാരണം അമ്മ ഈ അച്ഛനെ വെട്ടുന്നത് കണ്ടുകൊണ്ട് ഓടിച്ചെന്ന അമ്മ കാണുന്നത് അച്ഛൻ്റെ കഴുത്തറക്കുന്ന, നിലത്തിരുന്നു കൊണ്ട് അച്ഛൻ്റെ കഴുത്തറക്കുന്ന മകനെയാണ് ഈ അമ്മ കാണേണ്ടി വരുന്നത്. ആ ഒരു അമ്മയുടെ അവസ്ഥ ആലോചിച്ച് നോക്കണം. അതായത് ഈ സംഭവ ദിവസവും വൈകുന്നേരം രാത്രിയോട് കൂടി 8:30 പ്രജിൻ ജോസും അച്ഛനും ഒരുമിച്ചിരുന്നു കൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. തമ്മിൽ സംസാരിക്കുന്നില്ല എങ്കിൽ പോലും രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അതിനുശേഷം പ്രജിൻ ജോസ് മുകളിലത്തെ നിലയിലെ മുറിയിലേക്ക് പോകുന്നു. അച്ഛൻ താഴെ ഹോളിലുള്ള ഒരു ടേബിൾ, ഒരു സിറ്റൗട്ട് ഹോളിൻ്റെ സമീപത്ത് തന്നെ അച്ഛൻ കിടക്കുന്നു. പ്രജിൻ ജോസ് മുകളിൽ നിന്ന് ഇറങ്ങി വന്ന് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന 2 ദിവസം, അമ്മ പറയുന്നത് അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ 2 ദിവസം മുമ്പ് തന്നെ പ്രജിൻ ജോസ് വീട്ടിലുണ്ടായിരുന്ന ഒരു വെട്ടുകത്തിക്ക് മൂർച്ച കൂട്ടിയിട്ടുണ്ടായിരുന്നു. ആ വെട്ടുകത്തിയുമായി പ്രജിൻ ജോസ് വന്ന് അവിടെ കിടക്കുകയായിരുന്ന അച്ഛൻ്റെ നെഞ്ചിലാണ് പ്രജിൻ ജോസ് ആദ്യം വെട്ടുന്നത്. ഇത് കണ്ട് നിലവിളിച്ചുകൊണ്ടാണ് ഈ പ്രജിൻ ജോസിൻ്റെ അച്ഛൻ വെളിയിലേക്ക് ഇറങ്ങി ഓടാൻ ശ്രമിക്കുന്നത്. അടുക്കള ഭാഗം വഴി വെളിയിലേക്ക് ഓടി ഇറങ്ങാൻ ശ്രമിക്കുന്നു. അപ്പോൾ അടുക്കള വാതിലിൻ്റെ കുറ്റിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ ആ കൈക്കാണ് പ്രജിൻ ജോസ് 2ാമത് വെട്ടുന്നത്. ആ വെട്ടുകൊണ്ട് തിരികെ തൻ്റെ മകനെ നോക്കുന്ന ജോസിന് നേരെ വീണ്ടും മകൻ കഴുത്തിനും തലയ്ക്കും വീണ്ടും വെട്ടിപ്പരിപ്പേൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ സമയത്താണ് അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അമ്മ അവിടേക്ക് ഓടിയെത്തുന്നതും മകനെ ബലം പ്രയോഗിച്ച് അവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നു. പക്ഷേ അമ്മയെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ തന്നെ ബലം പ്രയോഗിച്ച് മാറ്റാൻ ശ്രമിച്ചെങ്കിൽ പോലും പ്രജിനെ അമ്മയ്ക്ക് തടയാൻ സാധിച്ചില്ല. തുടർന്ന് അമ്മ ആ വീട്ടിൻ്റെ പുറകെ വശത്ത് കൂടി ഇറങ്ങി ഓടി റോഡിൽ ചെന്ന് ആരെങ്കിലും വിളിക്കാൻ ശ്രമിക്കുന്നു മകനെ തടയുന്നതിന്. പക്ഷേ ഈ രാത്രി ആയതുകൊണ്ട് തന്നെ ഏകദേശം 9:15 മണിയൊക്കെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ആരും അവിടെ നിന്ന് കാണാൻ സാധിച്ചില്ല. തിരികെ ആ വാതിലിൽ കൂടി കയറി വന്ന അമ്മ കണ്ടത് തൻ്റെ ഭർത്താവിനെ, സ്വന്തം മകൻ നിലത്ത് ഇരുന്നു കൊണ്ട് കഴുത്തറുത്ത് മാറ്റാൻ ശ്രമിക്കുന്ന ഒരു മകനെയാണ് അമ്മ കാണുന്നത്. അമ്മ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്, അച്ഛൻ മരിച്ചോ എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി പിന്നീട് പോയ മകൻ തിരികെ വന്നുകൊണ്ട് അച്ഛൻ്റെ കഴുത്തിൽ പൾസ് നോക്കുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടായി എന്നാണ് അമ്മ പറയുന്നത്. അത്രയും വേദന ജനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ആ അമ്മയ്ക്ക് അവിടെ നിന്ന് അനുഭവിക്കേണ്ടി. എന്തായാലും അമ്മ പറയുന്ന ഏറ്റവും ഒരു കാര്യമുണ്ട്. കാരണം ചെന്താമര ഇതുപോലെ സമാന രീതിയിൽ ഒരു കൊലപാതകം നടത്തി അകത്തുപോയി ചെന്താമര വീണ്ടും വർഷങ്ങൾക്ക് ശേഷം പുറത്തു വന്ന് വീണ്ടും ക്രൂരമായ കൊലപാതകം നടത്തുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെയാണ് ഇവിടെയും പ്രജിൻ്റെ മനസ്സിൽ ഇനിയും ഒരുപാട് കൊലകൾ നടത്താനുള്ള ആ ഒരു മാനസികാവസ്ഥയിലാണ് പ്രജിൻ ഇപ്പോഴുമുള്ളത്. അതുകൊണ്ട് തന്നെ തൻ്റെ മകൻ എന്നെങ്കിലും ജിബിൻ, ഒരു കാര്യം ചോദിക്കട്ടെ. 2019 ചൈനയിൽ നിന്നും പഠനം പൂർത്തിയാക്കി ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഇവിടെ എത്തിയ ആളാണ്. ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നതുമായി ബന്ധപ്പെട്ട്, യൂണിവേഴ്സിറ്റിയിൽ നിന്നും സർട്ടിഫിക്കറ്റ് കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിന് സ്വന്തം അച്ഛൻ തന്നെയാണ് എല്ലാത്തിനും ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ഈ 2019 മുതൽ ഈ 2025 ഫെബ്രുവരി വരെയും ഈ അച്ഛനും അമ്മയും അനുഭവിച്ചത്, അല്ലെങ്കിൽ പേടിപ്പെട്ടാണ് അവർ ആ വീട്ടിൽ താമസിച്ചതെന്ന് ആ അമ്മയുടെ പ്രതികരണത്തിൽ നിന്നും ബന്ധുവിൻ്റെ പ്രതികരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഇവർ മകൻ ഇങ്ങനെയൊരു സ്വഭാവമുണ്ടെന്ന് അടുത്ത ബന്ധുക്കളോട് പോലും പറയാതിരുന്നു എന്നുള്ളതാണ്.
അതിൽ നിന്ന് അതായത് തൊട്ട് കുറച്ച് നിമിഷം മുമ്പ് നമ്മൾ കേട്ട ഒരു പ്രതികരണമുണ്ട്. ഇവരുടെ ഏറ്റവും അടുത്ത ബന്ധുവായിട്ടുള്ള ഷൈൻകുമാർ എന്ന് പറയുന്ന ഒരാൾ, ആ നാട്ടിലെ ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണ്, ജില്ലാ പഞ്ചായത്ത് അംഗമൊക്കെയാണ്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. കാരണം ഇവർക്ക് ആദ്യം ഒരു മകനുണ്ടായിരുന്നു. മകൻ ഏകദേശം 9 വയസ്സ് പ്രായമുള്ളപ്പോൾ മരിക്കുന്നു. അതിനുശേഷം 2 വർഷത്തിന് ശേഷമാണ് ഈ പ്രജിനെ ഈ മാതാപിതാക്കൾ കിട്ടുന്നത്. അതിനുശേഷം ഈ ഒരു മകൻ മരിച്ചത് കൂടി കണക്കാക്കിയിട്ടായിരിക്കാം മറ്റാർക്കും കൊടുക്കാത്ത രീതിയിൽ വളരെയധികം സ്നേഹിച്ചും ലാളിച്ചുമാണ് ഈ പ്രജിൻ ജോസ് എന്ന് പറയുന്ന പയ്യനെ ഈ വീട്ടുകാർ വളർത്തിക്കൊണ്ടുവന്നത്, അല്ലെങ്കിൽ കുടുംബക്കാരൊക്കെ ചേർന്നുകൊണ്ട് ഈ പ്രജിൻ ജോസിനെ നോക്കിയത്. അത്തരത്തിലുള്ള ഒരു മകൻ അവന് ഇഷ്ടമുള്ളതുപോലെ അല്ലെങ്കിൽ കുടുംബം ആഗ്രഹിക്കുന്നത് പോലെ ലക്ഷങ്ങൾ മുടക്കി ചൈനയിലേക്ക് പഠനത്തിന് അയക്കുന്നു. അവിടെ 4 വർഷത്തെ കാല പഠനം ഷൈൻ വലിയ രീതിയിൽ തന്നെ ഈ പ്രജിൻ രാജ് എന്ന് പറയുന്ന യുവാവ് നല്ല രീതിയിൽ തന്നെ ആ ഒരു പഠനം പൂർത്തിയായിട്ടുണ്ട്. ഷൈൻ്റെ ഈ മുറിയിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളുടെ ഇടയിൽ ഷൈൻ ഈ പ്രജിൻ രാജ് എന്ന് പറയുന്ന യുവാവ് അവൻ്റെ പഠന കാലഘട്ടത്തിലൊക്കെ നേടിയ മെഡലുകളും ട്രോഫികളും ഒക്കെ തന്നെ ആ മുറിയുടെ ഒരു ഭാഗത്ത് അതും അലങ്കോലമായി അവിടെ കിടക്കുന്ന കാഴ്ചയും കൂടെ. അങ്ങനെ പഠനത്തിൽ മികച്ച ഒരു രീതിയിലുള്ള ഒരു നിലവാരം പുലർത്തിയിരുന്ന ആളാണ് ഈ പ്രജിൻ ജോസ് എന്ന് പറയുന്നത്. പിന്നീട് ചൈനയിലേക്ക് പോകുന്നു, അവിടെ 4 വർഷക്കാലം പഠിക്കുന്നു. ഇതിനിടെയാണ് കോവിഡ് വരുന്നത്. ഈ കോവിഡ് പാൻഡമിക് വന്ന സമയത്ത് ചൈനയിൽ നിന്ന് പ്രജിന് നാട്ടിലേക്ക് പെട്ടെന്ന് കയറി വരേണ്ടി വരുന്നു. നാട്ടിലെത്തിയതിനു ശേഷം പിന്നെ ചൈനയിലേക്ക് പോകാൻ 2 വർഷക്കാലത്തോളം വീട്ടിൽ കഴിയുന്നു. ഇതിനിടയ്ക്ക് പിന്നീട് ചൈനയിലേക്ക് തിരികെ പോകാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രജിന്റെ സർട്ടിഫിക്കറ്റും കിട്ടിയില്ല. ഇത് സംബന്ധിച്ച് ഒരു കേസും ഇപ്പോൾ നിലവിലുണ്ട്. കാരണം എറണാകുളത്തുള്ള ഒരു ഏജൻസിയാണ് പ്രജിനെ ചൈനയിലേക്ക് അയച്ചത്. അപ്പോൾ അവർ ഇടപെട്ടുകൊണ്ട് ചൈന ഈ പ്രജിന് സർട്ടിഫിക്കറ്റുകൾ വാങ്ങിക്കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ടുള്ള കേസും ഒക്കെ തന്നെ നിലവിലുണ്ട്. അതിനും ഈ അച്ഛനാണ് ഓടി നടന്നതൊക്കെ തന്നെ. അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അച്ഛൻ ഓടി നടന്നിട്ട് വലിയ ദുരൂഹതകളാണ് ജിബിൻ, ഇതിന് പിന്നിൽ വലിയ ദുരൂഹതകളാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതിൽ നിന്ന് എല്ലാ പരിപാടികൾക്കും, എന്ത് പരിപാടിയാണെന്ന് അറിയത്തില്ല, പക്ഷെ ഒരു ട്രോഫിയുണ്ട്, കുറെ മെഡലുണ്ട്, അതിലെല്ലാം ഫസ്റ്റ് പ്രൈസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയുമൊക്കെ പഠനത്തിൽ മിടുക്കനായിരുന്ന ഒരു 28-കാരൻ ഒരു പയ്യനാണ് ഇപ്പോൾ ഒരു കൊലയാളിയായി ഒരു നാട് മുഴുവൻ പേടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. അതിനിടയിൽ ആ പ്രതികരണങ്ങൾ നമ്മൾക്കിപ്പോൾ ഒഫീഷ്യലി കൊടുക്കാൻ പറ്റില്ല. എങ്കിലും ജിബിനോട് ചോദിക്കുകയാണ്, പറഞ്ഞിരുന്ന ആളുകൾ നമ്മളോടൊരു കാര്യം പറഞ്ഞല്ലോ, ഒരു കറുത്ത വേഷമിട്ട ആരോ ആ വീട്ടിൽ ആ കൊലപാതകം നടന്ന ദിവസം വന്നിരുന്നു എന്നും ജോസിനെ സംസ്കരിച്ച സ്ഥലത്ത് കല്ലറയിൽ ആ കറുത്ത വേഷമിട്ട ഒരാളുടെ സാന്നിധ്യം കണ്ടിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ CCTV വിഷ്വൽ കിട്ടാതെ നമുക്ക് ആ കാര്യത്തിലൊന്നും ഉറപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ എന്നാലും അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും ഈ കേസ് ഇത്രയൊക്കെ കാര്യങ്ങൾ നാട്ടുകാരൊക്കെ ബന്ധുക്കളടക്കം സ്വന്തം അമ്മയടക്കം ഇത്രയും സംശയങ്ങൾ പറയുമ്പോൾ ഇതിനെപ്പറ്റി പോലീസ് എന്താണ് പറയുന്നത് എന്നതുകൂടി. അനശ്വര, ആ ഒരു സംശയം എന്ന് പറയുന്നത് അത് കുറച്ചുകൂടി ആശങ്ക അല്ലെങ്കിൽ ഒരു ഭീതി പരത്തുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ക്യാമറയിൽ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കാത്ത. അത് കൊടുക്കുന്നതിനൊക്കെ തന്നെ വലിയ രീതിയിൽ പരിമിതിയുണ്ട്. എന്നാലും ആ നാട്ടുകാർ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ആ വീട്ടുകാരുടെ ആ ഒരു പരിഭ്രാന്തി നമുക്ക് പുറത്ത് പറയുന്നതിൽ തെറ്റില്ല. കാരണം അവർ പറയുന്നത് ഇദ്ദേഹം മരിച്ചു, അതായത് ഈ ജോസ് എന്ന് പറയുന്ന അദ്ദേഹം കൊല്ലപ്പെട്ടു. തൊട്ടടുത്ത ദിവസം മൃതദേഹം മോർച്ചറിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. കാരണം വിദേശത്ത് നിന്ന് ബന്ധുക്കൾ വരാനുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സമയത്ത് രാത്രിയിൽ വീട്ടിൽ ഒരു കറുത്ത വസ്ത്രധാരി എത്തി ഈ പ്രജിൻ ജോസിന്റെ 2ാമത്തെ നിലയിലെ മുറിയിലേക്ക് കയറി പോകുന്നത് സഹോദരി കിടപ്പുമുറിയിൽ കിടന്നുകൊണ്ട് കണ്ടു എന്നാണ് അവിടെ നിന്ന് അടുത്ത ബന്ധുക്കൾ തന്നെ പറയുന്നത്. തുടർന്ന് ഈ യുവതി ഈ സഹോദരി ഇവരുടെ ഭർത്താവിനെ വിളിച്ചു കൊണ്ടുവരുന്നു. പക്ഷേ അവിടെ പരിശോധന നടത്തിയ സമയത്തൊന്നും തന്നെ ഈ കറുത്ത വസ്ത്രധാരിയെ ആ വീട്ടിനുള്ളിൽ കണ്ടെത്താൻ സാധിച്ചില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തെ തൊട്ടടുത്ത ദിവസം ഇദ്ദേഹം സംസ്കരിച്ചിരുന്ന സ്ഥലമുണ്ട്. അതായത് വീട്ടിന് തൊട്ട് പുറകുവശത്തുള്ള ഒരു റബ്ബർ തോട്ടമാണ്. അതിൻ്റെ ആ ഭാഗത്തായിട്ടാണ് ഇദ്ദേഹത്തെ സംസ്കരിച്ചിരിക്കുന്നത്. അവിടെയും ഈ കറുത്ത വസ്ത്രധാരിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നാണ് അവിടെ മെഴുകുതിരി കത്തിക്കാനെത്തിയ ചിലരൊക്കെ തന്നെ, പ്രത്യേകിച്ച് കുട്ടികൾ കണ്ടതായി പറയുന്നത്. അത്തരത്തിൽ ആ ഒരു പേടിപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം ആരാണ് ഇത് എന്ന് ആ കുടുംബത്തിന് ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചില്ല. പ്രത്യേകിച്ച് ഈ വീട്ടിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി കുടുംബാംഗങ്ങൾ ശ്രമിച്ചപ്പോൾ ഈ കൃത്യം നടക്കുന്നത്, അതായത് ഫെബ്രുവരി 5-ാം തീയതി ജോസ് കൊല്ലപ്പെടുന്നതിന് 2 ദിവസം മുൻപ് ഈ വീട്ടിലെ CCTV ക്യാമറകളെല്ലാം പ്രവർത്തനരഹിതമായിരിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് അവർക്ക് കണ്ടെത്താനായത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇതിനെ തുടർന്ന് പോലീസിനോട് നമ്മൾ സംസാരിച്ചപ്പോൾ നമുക്കറിയാൻ സാധിച്ചത്, കാരണം ഈ യുവാവ് ഇതേ സംബന്ധിച്ച് ഈ ബ്ലാക്ക് മാജിക് ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പുറത്തു നിന്നുള്ള ആളുകളുടെയൊക്കെ സ്വാധീനം ഈ ഒരു മരണത്തിലുണ്ടോ എന്ന സംശയമൊക്കെ മാറ്റുന്നതിന് ഇദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ ഈ ഐഫോണാണ്, വീട്ടുകാർ വാങ്ങിച്ചു കൊടുത്ത ഐഫോണാണ്. അതുപോലും ഈ കൃത്യം നടത്തുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് മുഴുവനായി ഫോർമാറ്റ് ഐക്ലൗഡ് ഉൾപ്പെടെ ഫോർമാറ്റ് ചെയ്ത് തൻ്റെ പിതാവിൻ്റെ കയ്യിൽ ഈ മൊബൈൽ ഏൽപ്പിച്ചിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ പ്രജിൻ ജോസ് എന്തൊക്കെയാണ് മുൻപുള്ള കാലഘട്ടത്തിൽ ചെയ്തിരുന്നത് എന്നുള്ള കാര്യങ്ങൾ മറ്റാരും പുറത്തറിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രജിൻ ജോസ് ഈ കൃത്യം നിർവഹിക്കുന്നതിന് മുമ്പ് മുൻകൂട്ടി ആസൂത്രണം ചെയ്തിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇദ്ദേഹത്തിന് ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടായിരുന്നു. ഈ സിനിമയിലൊക്കെ തന്നെ കയറണമെന്നുള്ള മോഹമുള്ളത് കൊണ്ട് ഇദ്ദേഹം സ്വന്തമായിട്ട് വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്യുമായിരുന്നു. ആ വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് ഈ ഇൻസ്റ്റാഗ്രാമിൽ ഉൾപ്പെടെ അത്തരത്തിലുള്ള ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയും ഈ പ്രജിൻ ജോസിനുണ്ടായിരുന്നു. പക്ഷേ ഈ കൊലപാതകത്തിന് 2 ദിവസം മുൻപ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉൾപ്പെടെ ഇദ്ദേഹം ഡിലീറ്റ്
അക്കൗണ്ട് തന്നെ ഡിലീറ്റ് ചെയ്തിരുന്നു, ഫോൺ ഫുൾ ഫോർമാറ്റ് ചെയ്തിരുന്നു. അത്തരത്തിൽ ഇദ്ദേഹത്തിന് പുറം ലോകവുമായി ബന്ധമുണ്ടെന്ന് കാണിക്കുന്നതിന് വേണ്ടി, ആരെങ്കിലുമായി ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇദ്ദേഹം തന്നെ മാറ്റുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അമ്മയും അതുപോലെ തന്നെ അടുത്ത ബന്ധുക്കളും പറയുന്ന ഒരു കാര്യമുണ്ട്. എല്ലാ ദിവസവും രാത്രി പ്രജിൻ ജോസ് വീട്ടിന്റെ പുറത്ത് പോകുമായിരുന്നു. പിന്നീട് മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷമാണ് പ്രജിൻ ജോസ് വീട്ടിലേക്ക് വരുന്നത് എന്നാണ്. ഇത് എവിടേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യം ഇതുവരെയും കുടുംബാംഗങ്ങളോട് പ്രജിൻ ജോസ് പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തുടരുന്ന ഒരു കാര്യമാണ്. രാത്രി എല്ലാ ദിവസവും ഒരു 12 മണിയോട് അടുക്കുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് കാർ എടുത്തുകൊണ്ട് പ്രജിൻ ജോസ് പുറത്തേക്ക് പോകും. പിന്നീട് രാത്രി എപ്പോഴെങ്കിലാണ് വരുന്നത്. വീട്ടുകാർ ചോദിച്ചു കഴിഞ്ഞാൽ അടിമുടി ദുരൂഹമായിട്ടുള്ള ഒരു വാർത്തയാണ്. വരും ദിവസങ്ങളിൽ നാളേക്കുള്ളിൽ ഇതിനുള്ള എല്ലാ തെളിവുകളുമായി പോലീസ് തന്നെ ഈ കാര്യത്തിലെല്ലാം വിശദീകരണങ്ങൾ നൽകുമെന്ന് പ്രതീക്ഷിക്കാം.